നമസ്കാരം, KMCN ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില വർദ്ധിക്കും. 4 രൂപയുടെ വില വർധനവ് പ്രാബല്യത്തിൽ വരിക മെയ് 6 ശേഷം. കുടിവെള്ള വിതരണത്തിലെ അപാകതയിൽ ചേർത്തല വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ വ്യാപക പ്രതിഷേധം. പോലീസുകാരനെ ആക്രമിച്ച കേസിലെ പ്രതി 21 വർഷത്തിനു ശേഷം പിടിയിലായത് വെൺമണി സ്വദേശി. സ്വച്ഛ് ഭാരത് മിഷന്റെ ശുചിത്വ നഗരം റാങ്കിങ്ങിൽ മുന്നേറ്റത്തിനായുള്ള ഒരുക്കവുമായി ചേർത്തല നഗരസഭ. മെയ് 9, 10 തീയതികളിൽ നഗരത്തിൽ മെഗാ ക്ലീനിംഗ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില വർദ്ധിക്കും. പെരുമാറ്റച്ചട്ടം അവസാനിച്ചാലുടൻ 4 രൂപയുടെ വില വർധനവ് പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്ത് മിൽമ പാൽ വില വർദ്ധിപ്പിക്കാൻ തീരുമാനം. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിപ്പിക്കുക. പെരുമാറ്റച്ചട്ടം അവസാനിച്ച ശേഷം വില വർധനവ് പ്രാബല്യത്തിൽ വരും. ഇന്ന് ചേർന്ന മിൽമ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. നിലവിൽ പാലിന്റെ ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ വില കൂട്ടാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന നിലപാടിലായിരുന്നു മിൽമ. വർദ്ധിപ്പിക്കുന്ന തുകയുടെ വലിയൊരു ഭാഗം കർഷകർക്ക് ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ സർക്കാരിന്റെ അന്തിമ അനുമതിയോടെയാകും വിജ്ഞാപനം പുറത്തിറക്കുക. സാധാരണക്കാർക്ക് ഈ വിലവർധനവ് തിരിച്ചടിയാകുമെങ്കിലും കർഷകരെ സഹായിക്കാൻ ഈ മാറ്റം അനിവാര്യമെന്നാണ് ഡയറക്ടർ ബോർഡ് വിലയിരുത്തൽ. ചേർത്തലയിൽ കുടിവെള്ള വിതരണത്തിലെ അപാകതയിൽ പ്രതിഷേധം ശക്തമാകുന്നു. UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വാട്ടർ കണക്ഷനുകൾ ഉടൻ വിതരണം ചെയ്യുക, പൈപ്പിടാനായി പൊളിച്ച റോഡുകൾ പുനർനിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ചേർത്തല നഗരസഭയിലെ UDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിലായിരുന്നു ധർണ. ധർണയുടെ ഉദ്ഘാടനം നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് P. ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KC ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. B. ബാസി, അഡ്വക്കേറ്റ് CD ശങ്കർ, CK ഉണ്ണികൃഷ്ണൻ, VP സന്തോഷ്, സിന്ധു ബൈജു തുടങ്ങിയ പ്രമുഖ നേതാക്കളും കൗൺസിലർമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു സംസാരിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ നഗരസഭാ പ്രദേശങ്ങൾ എത്രയും വേഗം പരിഹാരം കാണണമെന്നാണ് പ്രതിഷേധക്കാരുടെ. ഈ സമയത്താണ് കുടിവെള്ളം അത്യാവശ്യം ആൾക്കാർക്ക് കിട്ടേണ്ടത്. കുടിവെള്ള പദ്ധതി നൽകുവാനുള്ള പദ്ധതി ഈ കോൺട്രാക്ടറും വാട്ടർ അതോറിറ്റിയിലെ ചേർത്തലയിലെ ജീവനക്കാരും ചേർന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. പദ്ധതി ഏറ്റെടുത്ത കോൺട്രാക്ടറും ബില്ല് മാറുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. കുടിവെള്ള വിതരണത്തിലെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലും ചേർത്തല വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ തീരദേശ മേഖലയിലും കിഴക്കൻ മേഖലയിലും അടക്കമുള്ള 19 വാർഡുകളിൽ നാളുകളായി കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമായി തുടരുകയാണ്. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ചേർത്തല വാട്ടർ അതോറിറ്റി AE നിരന്തരം സമീപിച്ചിരുന്നെങ്കിലും നാളിതുവരെ വേണ്ട നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഈ നിൽക്കുന്നതെല്ലാം തുറവൂർ പഞ്ചായത്തിൻ്റെ 19 വാർഡിലെയും മെമ്പർമാരാണ്. ഞങ്ങളുടെ ഏറ്റവും മുഖ്യമായ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. പലതവണ നമ്മളിവിടെ AE വന്ന് ഈ വെള്ളത്തിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും നാളിതുവരെ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഞങ്ങൾ തുറവൂർ പഞ്ചായത്തിലേക്ക് AEനെയും AICനെയും വിളിച്ചു നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് വിളിച്ചെങ്കിലും അതിനും ഇന്ന് വരെ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ മുഖ്യമായ പ്രശ്നം ഞങ്ങൾക്ക് 19 വാർഡുകളിലും വിശിഷ്യ കോസ്റ്റൽ മേഖലയിലും കിഴക്കൻ മേഖലയിലും ഉപ്പേരിയുള്ള പ്രദേശങ്ങളിലൊന്നും മറ്റു വെള്ളം യാതൊരുവിധ വെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യമാണ്. ഉൾപ്രദേശങ്ങളിൽ വീണ്ടും നമുക്ക് ബോർവെല്ലുകളിൽ നിന്നാണെങ്കിൽ അല്പം വെള്ളം എടുക്കാൻ പറ്റും. പക്ഷേ ഇത് കോസ്റ്റൽ മേഖലകളിലും കിഴക്കൻ ഏരിയകളിലും ഒരു വിധത്തിലും ഒരു തരി വെള്ളം കിട്ടാത്ത ഈ ജപ്പാൻ വെള്ളം മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ജനങ്ങളാണുള്ളത്. അവർക്ക് കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായ ഉദ്ദേശം. പലതവണ നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെയാണെങ്കിൽ നമ്മുടെ പുത്തൻചന്ത പെട്രോൾ പമ്പിന് സമീപം ടാങ്ക് പൈപ്പ് പൊട്ടി 4 ദിവസമായിട്ട് വെള്ളം ഒഴുകി ഒരു വീട് മൊത്തം മുങ്ങിയും അവിടെ പണിതിരിക്കുന്ന ഓട നിറച്ച് വെള്ളം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അവിടെ നന്നാക്കാനായിട്ട് ഒരു
പ്ലംബർമാരെ ഇതുവരെ വിട്ടിട്ടില്ല. അതുപോലെ തന്നെ തെക്കേടിശ്ശേരി പാലത്തിൻ്റെ തെക്കുവശത്തായിട്ട് 2 വർഷമായിട്ട് അവിടെ വെള്ളം പൊട്ടി ഒഴിക്കുന്നതാണെന്നാണ് അവിടുത്തെ മുൻ മെമ്പറും നിലവിലെ മെമ്പറും പറയുന്നത്. കാരണം ഇവിടെ വന്ന് പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ഞാനത് അവിടെ പോകാൻ കാണാനിടയായി. ഞാനതെടുത്ത് വീഡിയോ എടുത്ത് ഇട്ട് കൊടുത്തു, ഇവിടുത്തെ എയ്ക്ക് ഇട്ട് കൊടുത്തു. നോക്കട്ടെ, പുള്ളി അറിഞ്ഞില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ ഒരു സ്ഥിതി തന്നെയാണ് അവിടെ തുടർന്നു പോകുന്നത്. ഇങ്ങനെ പല ഭാഗങ്ങളിലും വെള്ളം പൊട്ടി പൈപ്പ് പൊട്ടി വെള്ളം ഒലിച്ചു പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് കുടിക്കാനൊരു തുള്ളി വെള്ളം നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു സൂചന മാത്രമാണ്. തുടർന്ന് ഇനി ഞങ്ങൾ പൊതുജനങ്ങളെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ സമരത്തിന് വരും. ഇവിടുത്തെ എയുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് തുറവൂരിന് തനതായൊരു ടാങ്ക് ഇല്ലാത്തത് കൊണ്ടാണ് തുറവൂരിന് വെള്ളം ഇല്ലാത്തതെന്ന്. പക്ഷേ 2 പഞ്ചായത്തിനും കൂടി ഉൾക്കൊള്ളാൻ പറ്റിയ സംഭരണ ശേഷിയുള്ളൊരു ടാങ്കാണ് കുത്തോട് സ്ഥാപിച്ചിരിക്കുന്നത്. അത് തന്നെയുമല്ല, കഴിഞ്ഞ ജനുവരി മാസം പകുതിയോളം നമുക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ജനുവരി മാസം പകുതിക്ക് ശേഷമാണ്, ഏകദേശം ഒരു 12-ാം തീയതിക്ക് ശേഷമാണ് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ക്ഷാമം രൂക്ഷമായിട്ട് നേരിടുന്നത്. അത് ശരിക്കും ഇവിടുത്തെ എയുടെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ച തന്നെയാണ്. പവറിൽ വെള്ളം അടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഉൾപ്രദേശങ്ങളിൽ എല്ലായിടത്തും വെള്ളം കിട്ടുന്നുണ്ട്. പവറിൽ വെള്ളം അടിക്കാത്തതിൻ്റെ ഒരൊറ്റ പ്രശ്നം മാത്രമാണ് ഞങ്ങളിപ്പോൾ നേരിടുന്നത്. പവറിൽ വെള്ളം അടിക്കാൻ പറയുമ്പോൾ പുള്ളിക്കാരത്ത് പറയുന്നത് എല്ലായിടവും പൊട്ടിപ്പോകും, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ലെന്നാണ്. എന്നാൽ പവറിൽ വെള്ളം അടിക്കാഞ്ഞിട്ട് തന്നെ നിരന്തരം അരൂര് മുതൽ ഇങ്ങനെ പൈപ്പ് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഇങ്ങനെ ധാരാളം വെള്ളം ഒഴുകി പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല. പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. തുറവൂരിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ സമരത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പഞ്ചായത്തിലെ 19 ജനപ്രതിനിധികളും പങ്കെടുത്തു. പോലീസുകാരനെ ആക്രമിച്ച കേസിലെ പ്രതി 21 വർഷത്തിന് ശേഷം പിടിയിലായി. വെൺമണി സ്വദേശിയായ വയോധികനാണ് പിടിയിലായത്. ചെങ്ങന്നൂർ ചെറിയനാട് വില്ലേജിൽ കളരിക്കൽ വീട്ടിൽ മുഹമ്മദ് നൂഹ് എന്ന 64 വയസ്സുകാരനാണ് 21 വർഷത്തിനു ശേഷം വെൺമണി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. 1999 കൊല്ലകടവ് ജംഗ്ഷനിൽ ട്രാഫിക് പോയിന്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂണിഫോം വലിച്ചു കീറുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും കൈവിരലുകൾ കടിച്ചു മുറിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് കേസിന് ആസ്പദമായ സംഭവം. ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കോടതി പ്രതിയെ 3 മാസത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. എന്നാൽ ഇയാൾ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുകയും ഒളിവിൽ പോകുകയുമായിരുന്നു. ഇയാൾക്കെതിരെ കോടതി വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ചെങ്ങന്നൂർ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സന്തോഷ് കുമാർ ജിയുടെ മേൽനോട്ടത്തിൽ വെൺമണി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO രാജേഷ് പിയുടെ നേതൃത്വത്തിൽ ഇയാളെ കണ്ടെത്തുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും സംഘം മാസങ്ങളായി നടത്തിയ അന്വേഷണത്തെ തുടർന്ന് കേരളത്തിന് അകത്തും പുറത്തുമായി 21 വർഷമായി ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ ചിറയൻകീഴ് ഭാഗത്തു നിന്നും ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ തയ്യൽ തൊഴിലാളികളുടെ സർവീസ് പെൻഷൻ അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പ്രസവാനുകൂല്യ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കണമെന്നും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലാനുസൃതമായി വർദ്ധിപ്പിക്കണമെന്നും ക്ഷേമനിധി ഇന്റർവ്യൂ കഴിഞ്ഞവരുടെ ID കാർഡുകൾ ഉടൻ വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. തലയോലപ്പറമ്പ് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന സെക്രട്ടറി G സജീവൻ നിർവഹിച്ചു. നമ്മൾ ജനിച്ച് നാളിതുവരെ ഉണ്ടായിട്ടുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത അതീവ ദുരന്തമായ കോവിഡ് കടന്നു വന്ന രാജ്യത്തെ മുഴുവൻ ലോക ജനസംഖ്യയിലാകെ പടർന്നു വന്നരിച്ച് എന്നതിലധികം നിരവധി ആളുകൾ മരണപ്പെട്ടു. ആ കാലഘട്ടത്തിലാണ് AKT വർഗപ്രസ്ഥാനം AKT വാർഷിക സാന്ത്വന പദ്ധതി എന്ന സംരക്ഷണ പദ്ധതി, ഒരു ജീവകാരുണ്യ പദ്ധതി തുടക്കം കുറിക്കുന്നു. ആ കാലഘട്ടത്തിൽ ധൈര്യസമേതം പദ്ധതി ഏറ്റെടുക്കുമ്പോൾ സംഘടന വിചാരിച്ചില്ല കോവിഡ് എന്ന മഹാമാരി വരുമെന്ന്. കോവിഡ് എന്ന മഹാമാരി കൊണ്ട് നമ്മുടെ അംഗങ്ങളിൽ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് നിരവധി ആളുകൾ മരണപ്പെട്ടു. നിരവധി അംഗങ്ങളുടെ ആശുപത്രി മരണപ്പെട്ടു. നിരവധി അംഗങ്ങൾ രോഗത്താൽ വീഴ്ത്തപ്പെട്ടു. ആ മുഴുവൻ ആളുകളെയും ആ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സംരക്ഷിക്കാൻ സാന്ത്വന പദ്ധതിയുടെ കഴിഞ്ഞുവെന്ന് മാത്രമല്ല, നമ്മുടെ ഇടപെടലിന്റെ ഭാഗമായി ക്ഷേമനിധിയിലൂടെ സാമ്പത്തിക ധനസഹായം വാങ്ങി ആ ദുരന്ത കാലഘട്ടത്തിൽ നമ്മുടെ തൊഴിലാളികളെ സാന്ത്വനം നൽകി സംരക്ഷിക്കാൻ കഴിഞ്ഞ് തുടക്കം കുറിച്ചൊരു പദ്ധതിയുടെ പേരാണ് AKT വാർഷിക സാന്ത്വന പദ്ധതി. ആ പദ്ധതി പിന്നിട്ട് ഓരോ വർഷവും നമ്മൾ അനുഭവസ്ഥരാണ്. പരിശോധിച്ചു നോക്ക്. ഈ ജില്ലയടക്കം കേരളത്തിലെ 14 ജില്ലകളിലും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് അർഹതയുണ്ടായി എന്ന കാരണത്താൽ അപേക്ഷ നൽകിയതും അപേക്ഷ നൽകി
പുറത്തിറങ്ങിയ മുഴുവൻ ആളുകൾക്കും ആനുകൂല്യം കൊടുക്കാൻ കഴിഞ്ഞതും ആ പദ്ധതിയെ സംരക്ഷിച്ച് നിലനിർത്താൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, പദ്ധതിയുടെ തൊഴിലാളി കോൺട്രിബ്യൂഷൻ ഘട്ടം ഘട്ടമായി നമ്മൾ ഓരോ വർഷവും കുറേശ്ശെയായി കുറച്ച് കൊണ്ടുവന്ന് നമ്മൾ 2025 മെമ്പർഷിപ്പ് പൂർത്തീകരിച്ചെടുക്കുകയാണ്. 2025 മെമ്പർഷിപ്പ് എടുത്ത ഏതെങ്കിലും ഒരു അംഗത്തിന് പറയാൻ കഴിയുമോ AKTA വാർഷിക സാന്ത്വന പദ്ധതിയുടെ തൊഴിലാളി കോൺട്രിബ്യൂഷനായി 2020 വാങ്ങിയ സംഖ്യ വാങ്ങിയെന്ന് ആർക്കെങ്കിലും അവകാശപ്പെടാൻ കഴിയും? ജില്ലാ പ്രസിഡന്റ് എസ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TR നളിനാക്ഷൻ, ജില്ലാ സെക്രട്ടറി VG ഉഷാകുമാരി, ട്രഷറർ MB മുഹമ്മദ് കുട്ടി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി വത്സമ്മ, VK കരുണാകരൻ നായർ, സക്കീർ ഹുസൈൻ എന്നിവരും സംസാരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സർഗോത്സവം 2.0 പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടി ആരംഭിച്ചു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ S സോബിൻ നിർവഹിച്ചു. മെയ് 5 മുതൽ 20 വരെ ചേർത്തല ബോയ്സ് ഹൈസ്കൂളിൽ നടക്കുന്ന സർഗോത്സവത്തിലെ RP മെന്റർമാർക്കുള്ള ശില്പശാല ഏപ്രിൽ 29 രാവിലെ 9:30 മുതൽ ചേർത്തല ബോയ്സ് സ്കൂളിൽ നടക്കുകയാണ്. രണ്ടാം ഘട്ട പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ S സോബിൻ നിർവഹിച്ചു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര പരീക്ഷണങ്ങൾ, ഗണിതം, ഊർജം, ഭക്ഷണത്തിലെ മായം, റോഡ് സുരക്ഷ എന്നിവയാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ് റിട്ടയർഡ് RTO സജിത്, നമ്മുടെ ആരോഗ്യം എന്ന വിഷയത്തിൽ റിട്ടയർഡ് ഹെൽത്ത് സൂപ്പർവൈസർ ദേവദാസ് എന്നിവർ ക്ലാസുകൾ നയിക്കും. മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 100 പ്രവർത്തകരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. മക്കളെ, വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ എന്താ, നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഉണ്ടോ? പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഈ കൃത്രിമ കാലുമായിട്ടൊക്കെ ഓടുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് അതിൻ്റെ കാലുകളുടെ അതൊക്കെ പിടിപ്പിക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര വേദനയാണ്. അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് അതിന് 2-2.5 കിലോ ഭാരമുണ്ട്. ഇവർ ഓടുമ്പോൾ ഈ 2-2.5 കിലോ ഭാരമുള്ള കൃത്രിമക്കാലും വലിച്ചുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഏറ്റവും വെയിറ്റ് കുറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ഈ കാലുകളുടെ സ്ഥാനത്ത് നന്നായി ചെയ്യും. റോക്കറ്റ്, ആ റോക്കറ്റ് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മുന്നിൽ കൂർത്ത് നിൽക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെ ഉപയോഗിക്കുന്ന ഒരു അലുമിനിയം അലോയുടെ ഒരു മെറ്റീരിയലുണ്ട്. അതിന് വളരെ ഖനം കുറവാണ്, പക്ഷെ അല്പം കോസ്റ്റ്ലി ആവും. അദ്ദേഹം ആ സാധനം എടുത്തു, അത് വെച്ചിട്ട് ഈ കൃത്രിമക്കാലുകൾ ഉണ്ടാക്കി. അതിൻ്റെ 4/1 പോലും വെയിറ്റ് ഇല്ലാത്ത രൂപത്തിൽ, എന്നാൽ ഇതിനേക്കാൾ 10 മടങ്ങ് ശക്തിയായ രൂപത്തിൽ ആ കൃത്രിമക്കാലം ഉണ്ടാക്കാനായിട്ട് പറ്റും. സ്വച്ഛ് ഭാരത് മിഷന്റെ ശുചിത്വ നഗര റാങ്കിങ്ങിൽ മുന്നേറ്റത്തിനായുള്ള തയ്യാറെടുപ്പുകളുമായി ചേർത്തല നഗരസഭ. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി പ്രത്യേക സംഘം നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യമാകെ നടക്കുന്ന സ്വച്ഛ് ഭാരത് റാങ്കിങ്ങിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ചേർത്തല നഗരസഭ. 50,000-ൽ താഴെ ജനസംഖ്യയുള്ള 60 നഗരസഭകളുടെ വിഭാഗത്തിലാണ് ചേർത്തല മത്സരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ 26ാം സ്ഥാനത്തു നിന്നും വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭയെന്ന് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ S സനീഷ് പറഞ്ഞു. സ്വച്ഛ് സർവേഷൻ്റെ റാങ്കിങ് രാജ്യത്തെമ്പാടും നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലും നടക്കുകയാണ്. പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതേപോലുള്ള റാങ്കിങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് 50,000-ൽ താഴെയുള്ള പോപ്പുലേഷൻ, 50,000-ൽ മുകളിലുള്ള പോപ്പുലേഷൻ, അങ്ങനെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ്. ചേർത്തല നഗരസഭ 50,000-ൽ താഴെ പോപ്പുലേഷൻ ഉള്ളതിനാൽ കേരളത്തിലെ 60 മുനിസിപ്പാലിറ്റി അതുപോലെ തന്നെ 6 കോർപ്പറേഷനുമായി മത്സരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മത്സരത്തിൽ ചേർത്തല നഗരസഭ 26ാം റാങ്കിലാണ് എത്തിയിട്ടുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം 1ാമത് റാങ്കിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് ചേർത്തല നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെ നേതൃത്വത്തിൽ ചേർത്തല നഗരസഭയിലെ എല്ലാ സ്ഥലങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കേന്ദ്രങ്ങളിലെയും ശുചിത്വം നമ്മൾ പരിശോധിക്കുകയാണ്. അതേപോലെ തന്നെ പൊതു ടോയ്ലറ്റുകളെല്ലാം വൃത്തിയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അതെല്ലാം കൃത്യമായി പരിശോധിച്ചു കഴിഞ്ഞിട്ടാണ് മെയ് ആദ്യവാരത്തോടു കൂടി ഇതിൻ്റെ റാങ്കിങ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ നേതൃത്വം നടത്തിയിട്ടുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിശോധനയ്ക്കായി ഞങ്ങൾ ഇന്ന് ഇവിടെ എല്ലാം ഇറങ്ങിയിട്ടുള്ളത്. റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട നടപടികളുടെ ഭാഗമായി മെയ് 9, 10 തീയതികളിൽ നഗരത്തിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിക്കും. സ്ഥിരം സമിതി അംഗങ്ങളായ CK ഉണ്ണികൃഷ്ണൻ, MS സിബി, ഗീതാകുമാരി, സരസ്വതി, റസിയ, ഉദ്യോഗസ്ഥരായ അനിൽകുമാർ, ദിവ്യ, ജ്യോതിമോൾ, സ്മിത, ഹരീഷ് മോൻ
എന്നിവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. മുഹമ്മ ചിറക്കൽ ശ്രീ ഗൗരീശങ്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി കൊടിക്കയർ ഘോഷയാത്ര നടന്നു. വ്യാസഭജന സമിതിയുടെ നേതൃത്വത്തിൽ കൊടിക്കയർ ഘോഷയാത്ര നടന്നു. വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത്. അധിവാസ ഹോമം, കലാശാധിവാസം എന്നിവയും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് AP ശശീന്ദ്രൻ, വൈസ് പ്രസിഡന്റ് AR പ്രസാദ്, സെക്രട്ടറി CS രാജൻ, ജോയിന്റ് സെക്രട്ടറി ശ്യാം ദിനകരൻ, ഖജാൻജി CS സുരേന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വൈക്കം ഇടയാഴം സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തിരുനാളിന് പള്ളിവികാരി ഫാദർ എബ്രഹാം മൂക്കാലയിൽ കൊടിയേറ്റി. ഇടയാഴം സെന്റ് ജോസഫ് ദേവാലയത്തിൽ തിരുനാളാഘോഷങ്ങൾക്ക് കൊടിയേറി. അൾത്താരയിൽ വെച്ച് വെഞ്ചരിച്ച കൊടിക്കൂറ വിശ്വാസികൾ ഭക്തിപുരസരം പ്രദക്ഷിണമായി കൊടിമരച്ചുവട്ടിലെത്തിച്ചു. വികാരി ഫാദർ എബ്രഹാം മുകാലയിൽ കൊടിയേറ്റി നിർവഹിച്ചു. നെയ്റോബി ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ആൻഡോ ചിറപ്പമ്പിൽ സഹകാർമ്മികത്വം വഹിച്ചു. ഇടവകയിലെ 19 കുടുംബങ്ങൾ ചേർന്നാണ് ഇക്കുറി തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിനങ്ങളിൽ പ്രമുഖ വൈദികരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും മറ്റു തിരുക്കർമ്മങ്ങളും നടക്കും. വൈക്കം കുലശേഖരമംഗലം കൊച്ചങ്ങാടി ആഞ്ജനേയ മഠം ശ്രീരാമ ആഞ്ജനേയ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണവും പുനഃപ്രതിഷ്ഠാ കലശവും ഭക്തിസാന്ദ്രമായി. മഠാധിപതി രാമചന്ദ്രസ്വാമി, മേൽശാന്തി പ്രവീഷ് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് അഷ്ടബന്ധ ലേപനവും തുടർന്ന് ബ്രഹ്മ കലശാഭിഷേകവും നടന്നത്. 17 ഖണ്ഡങ്ങളിൽ ബ്രഹ്മകലശം ഉൾപ്പെടെ 109 വീതം കലശങ്ങൾ ശ്രീരാമസ്വാമി, ഹനുമാൻ സ്വാമി കൂടാതെ ദേവിക്കും അഭിഷേകം നടത്തി. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അലങ്കാര പൂജ, ശ്രീഭൂതബലി, സാമ്പ്രദായിക ഭജന, പ്രസാദമൂട്ട്, സംഗീത കച്ചേരി എന്നിവയും നടന്നു. ഭാരവാഹികളായ K പ്രകാശൻ, P ബാലകൃഷ്ണപിള്ള, സുരേഷ് ചിങ്ങറോത്ത്, PK രാജൻ എന്നിവർ നേതൃത്വം നൽകി. 7ാം പൂജ ദിനമായ മെയ് 5 വൈകിട്ട് 7 വടക്കുപുറത്ത് വലിയ ഗുരുതിയും നടക്കും. 45 ഹോമങ്ങളോളം വന്നു. അതെല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തി. 18 പൂജാരികൾ തന്നെ ഇവർ മാറി മാറി എല്ലാവരും ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമായി. ഭഗവാനും ഒരുപാട് സന്തോഷമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നിപ്പം രാവിലെ നെയ്യ് കൊണ്ടാണ് അഭിഷേകം ചെയ്തത്. ശ്രീരാമനെയും വലിയ ആഞ്ജനേയനെയും. അത് നല്ലൊരു ചടങ്ങായിരുന്നു. നെയ്യ് അഭിഷേകം കഴിക്കും എന്ന് വെച്ചാൽ ബ്രഹ്മകലശം എന്ന് പറയുന്നത് നെയ്യായിരുന്നു. വലിയ അത് നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെയ്യുന്നത്. പക്ഷേ അതെങ്കിലും ഭഗവാൻ ഒരു തൃപ്തി വന്നു. എന്തായാലും ഇതേവരെ നടന്ന എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നു. ഇനി വീണ്ടും
ഏഴാമത്തെ ദിവസമാണ് ഇവിടുത്തെ ദേവിയുടേതായ പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നത്, ഗുരുതി കാര്യങ്ങളൊക്കെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് മിൽമ പാലിന്റെ വില വർദ്ധിക്കും. 4 രൂപയുടെ വില വർധനവ് പ്രാബല്യത്തിൽ വരിക മെയ് 6 ശേഷം. കുടിവെള്ള വിതരണത്തിലെ അപാകതയിൽ ചേർത്തല വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ വ്യാപക പ്രതിഷേധം. പോലീസുകാരനെ ആക്രമിച്ച കേസിലെ പ്രതി 21 വർഷത്തിനു ശേഷം പിടിയിലായത് വെൺമണി സ്വദേശി. സ്വച്ഛ് ഭാരത് മിഷന്റെ ശുചിത്വ നഗരം റാങ്കിങ്ങിൽ മുന്നേറ്റത്തിനായുള്ള ഒരുക്കവുമായി ചേർത്തല നഗരസഭ. മെയ് 9, 10 തീയതികളിൽ നഗരത്തിൽ മെഗാ ക്ലീനിംഗ്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.